അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു നോമ്പ് തുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തിരിയോട് കൂടിയിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ പത്തിരി കുഴയ്ക്കണതും വാട്ടണതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇന്നും പത്തിരി തന്നെയല്ല ഉണ്ടാക്കാറ്. അതുകൊണ്ട് തന്നെ പത്തിരി കുഴയ്ക്കണതൊന്നും ഞാൻ കാണിച്ചില്ല കേട്ടോ. അപ്പോൾ പരത്തി പേപ്പറിലിട്ടിട്ട് പരത്തുമ്പോൾ നല്ല സുഖമാട്ടോ. നമുക്ക് എന്താ പറയുക, വേഗം പരത്താനും പറ്റും. കുറച്ച് പൊടി മതി. അപ്പോൾ ഞാൻ പേപ്പറിലിട്ടിട്ട് പരത്തി കുറേ നേരം നിന്നപ്പോൾ എനിക്ക് കാല് വല്ലാതെ കടയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ താഴത്തേക്ക് പേപ്പറൊക്കെ താഴത്ത് വെച്ചിട്ട് താഴത്തിരുന്നിട്ട് പിന്നെ കുറേയൊക്കെ പരത്തിയതിട്ടാ. എന്താ വെച്ചാൽ നിൽക്കാൻ വയ്യ. നമുക്കൊരു 3:30-4 മണിയൊക്കെ ആകുമ്പോൾ നല്ല ക്ഷീണമാവും. പിന്നെ പണികളും അല്ലേ. അപ്പോൾ ഇന്നാണെങ്കിൽ കുട്ടികളെ സ്കൂളിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല തിരക്കായിട്ടാണ് പണിതിരുന്നു കേട്ടോ. അപ്പോൾ പത്തിരിയൊക്കെ ചുടല് കഴിഞ്ഞപ്പോൾ ഞാനിതാ 3 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. നമുക്ക് ബ്രെഡ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇന്ന് വേറെ പൊരിക്കടികളൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല. നമ്മളിപ്പോൾ കട്ട്ലേറ്റും ഇതൊക്കെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇന്നെന്തായാലും ബ്രെഡ് പൊരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ 3 മുട്ട, അതിലേക്ക് ഞാൻ കുറച്ച് പാലൊഴിച്ചിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇത് അടിച്ചെടുത്തിട്ട് നമുക്ക് മുട്ട ഓരോന്നായിട്ട് നല്ലോണം നെയ്യ് ഒഴിച്ചിട്ട് നമ്മുടെ ദോശ അല്ലെങ്കിൽ ഇത്തിരി തോനെ നെയ്യ് തന്നെ ഒഴിക്കുക കേട്ടോ. ഇത്തിരി തോനെ നെയ്യൊക്കെ ഒഴിച്ചിട്ട് ഒക്കെ ഒന്ന് തിരിച്ച് മറിച്ചിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് നോമ്പ് തുറന്ന് കഴിഞ്ഞാൽ മുട്ടയും പാലും ബ്രെഡും ഒക്കെ കൂടിയിട്ട് കുട്ടികൾക്ക് അത് കിട്ടുകയും ചെയ്യും. എന്താ പറയുക, എനിക്ക് മൈദയുടെ ഇഷ്ടമാണ്. മൈദ ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ടേസ്റ്റാണ്. പക്ഷേ എന്താ പറയുക, മൈദ കഴിച്ചു കഴിഞ്ഞാൽ ഒരു ക്ഷീണമാണ്. വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കാതിരിക്കൊന്നുമില്ല കേട്ടോ. ഉണ്ടാക്കും. എപ്പോഴും ഇവർ നിർബന്ധിച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കും. ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കാം, ഇനി ഉണ്ടല്ലോ ദിവസം ഇഷ്ടം പോലെ കിടക്കല്ലേ. അപ്പോൾ ഫസ്റ്റിൽ തന്നെ കൊടുക്കണ്ട വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇതൊക്കെ ചെയ്യണത് കേട്ടോ. പിന്നെ എളുപ്പപ്പണിയാണ്. എന്താ പറയുക, ഇതൊക്കെ തോനെ കഴിക്കൂലല്ലോ, കുറേശ്ശല്ലേ നമ്മൾ നോമ്പറന്ന് കഴിക്കുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ബ്രെഡ് രണ്ടായി മുറിച്ച് കുട്ടികൾക്ക് കഴിക്കാനൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് രണ്ടാക്കി മുറിച്ചിട്ട് ഒക്കെ ഒന്ന് മുട്ടയിലും പാലിലൊക്കെ ഇട്ടിട്ട് ഒന്ന് മുക്കി റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇന്നലത്തെ മിഞ്ഞാന്നത്തെ കമൻറ്റൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കിയില്ല ഒന്നാൾ, മസാലയൊക്കെ അരച്ചിട്ടുണ്ടാക്കിയില്ലേ, അതുപോലെ ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ കൂവപ്പൊടി കൊണ്ട് നമ്മളൊരു ഡ്രിങ്ക് ഇട്ടില്ലേ, തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടില്ലേ, അതുണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ നല്ല സന്തോഷമായിട്ട് അതൊക്കെ കേട്ടപ്പോൾ. എന്താ പറയുക, കമൻറ്റൊക്കെ കണ്ടപ്പോൾ നല്ല സന്തോഷമായി. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്ന് കണ്ട് നിങ്ങളും അതുപോലത്തൊക്കെ ഉണ്ടാക്കിയിട്ട് അത് നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുമ്പോൾ നമുക്കും കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാട്ടോ. നമുക്ക് പിന്നെയും ഓരോന്ന് അങ്ങനെ ഇടാൻ തോന്നും, അങ്ങനെയൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ കേട്ടോ. അപ്പം ബ്രെഡൊക്കെ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത്തിരി ചീര മേടിച്ചിട്ട് 2-3 ദിവസമായി ചീര മേടിച്ചിട്ട് ഫ്രിഡ്ജിലിരിക്കുന്നു. അപ്പോൾ നമുക്കതൊന്ന് ഉപ്പേരി വയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തപ്പോൾ ഇത്തിരി കൂടിയിട്ടാണ് വെളിച്ചെണ്ണ. പിന്നെ അതൊന്ന് മുക്കിയെടുക്കാനൊന്നും നിന്നില്ല. വെളിച്ചെണ്ണയിലേക്ക് പച്ചമുളകും സവോളയും ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചീര ഇട്ട് കൊടുക്കാം കേട്ടോ. ചുമന്ന ചീരയായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസമായി ഇവിടെ അടുത്തത്തെ ഒരു ചേട്ടൻ ഇങ്ങനെ കൊണ്ട് നടന്ന് വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആളേക്കുന്ന് ഒരു കെട്ട് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നോമ്പ് 1-ൻ്റെ അന്നാണ് മേടിച്ചത്, നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ എന്തായാലും ചോറ് തിന്നണം, എന്താ പറയുക എന്ന് വിചാരിച്ചിട്ടാണ്. ചോറ് തിന്നുമ്പോഴാണ് നമുക്കൊരു സുഖമുള്ളൂ കേട്ടോ. എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ചോറ് തിന്നിട്ടുള്ള ആ ഒരു സംതൃപ്തി എന്ത് കഴിച്ചാലും കിട്ടണില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നിങ്ങൾക്കൊക്കെ എങ്ങനെയാ വെച്ചെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. എന്ത് പലഹാരം കഴിച്ചാലും രാത്രിയിലത്തെ കാര്യമായിട്ടോ പറഞ്ഞത്, പുലർച്ചയ്ക്ക് ചോറിനാൻ സാധിക്കില്ല, രാത്രിയിലത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്ത് പലഹാരം കഴിച്ചാലും നമുക്ക് ചോറ് ഒരു 2 വെറ്റ് കഴിച്ചാലാണ് ഒരു സുഖം ഉണ്ടാവുന്നുള്ളൂ കേട്ടോ. പക്ഷെ പലഹാരം കഴിച്ച് കഴിഞ്ഞാൽ ചോറ് തിന്നാൻ തോന്നൂല, അങ്ങനെ ഒരു കാര്യമുണ്ട്. അത് കാരണം ഞാൻ ചിലപ്പോൾ കഴിക്കാറില്ല കേട്ടോ, പലഹാരം കഴിക്കില്ല ചിലപ്പോൾ. അല്ലെങ്കിൽ ഞാൻ ചോറ് തിന്നാന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഇപ്പോൾ ഇതൊക്കെ വെക്കണത് കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊരു പുളിയും വെള്ളം ഉണ്ടാക്കാം. അതൊക്കെ കൂട്ടിയിട്ട് ചോറിനാനൊരു പൂതി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതേ ചീഞ്ചട്ടിയിലേക്ക് തന്നെ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക, കടുകിട്ട് പൊട്ടിക്കുക, വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക, പച്ചമുളക് കീറിയിട്ട് കൊടുക്കുക, എന്താ പറയുക, അതുപോലെ തന്നെ തക്കാളി ഒന്ന് കീറിയിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കുക. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരുമല്ലോ, അത് വരെ ഒന്ന് നന്നായിട്ട് വാട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ ചീരയുടെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ചീരയൊക്കെ വെന്തു, ചീര പെട്ടെന്ന് തന്നെ വേവുമല്ലോ, മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ തക്കാളിയൊക്കെ ഒന്ന് വേവണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്,
കുറച്ച് മുളക് പൊടി ചേർത്താൽ മതിയിട്ട്. നമ്മൾ നോമ്പൊക്കെ എടുത്തിട്ട് പിന്നെ ഒരുപാട് എരിവൊക്കെ കൂട്ടിയിട്ട് ചോറുണ്ണുമ്പോഴൊക്കെ നമ്മുടെ വയറിൻ്റെ ഉള്ളിലൊക്കെ എരിയണ പോലെയൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ കുറച്ചീശെ ഇട്ടാൽ മതിയിട്ട് എരിവൊക്കെ. പാകത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഞാൻ 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുള്ളൂ കേട്ടോ. പാകത്തിന് എരിവൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പച്ചമുളക് നല്ല എരിവുള്ളതാണെങ്കിൽ മുളക് പൊടി ഇടേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. നന്നായിട്ടൊന്ന് വാടി കഴിഞ്ഞ് നമുക്ക് പുളിവെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത്തിരി വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് അത് അടച്ച് വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കാം കേട്ടോ. അപ്പോൾ അതിൽ ആ പച്ചമുളകും തക്കാളിയൊക്കെ ഒന്നും കൂടി വെന്തതിന് ശേഷം പിന്നെ ഇത് ഇറക്കി വയ്ക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. ഈ ഒരു കറിയും പിന്നെ എന്താ പറയുക ചീരപ്പേരിയും ഒരു ഉണക്കമീൻ വറുത്തതോ അല്ലെങ്കിൽ ഒരു ചമ്മന്തിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വയറ് നിറച്ച് ചോറ് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലൊരു പുളിഞ്ചാറ് ഉണ്ടാക്കി നോക്ക്. ചിലർ ഇതിലേക്ക് ഉണക്കമീനും കൂടി ഇടും കേട്ടോ. അപ്പോൾ നമ്മൾ നോമ്പറക്കാനുള്ള സംഭവങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ കൂവയുടെ സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എനിക്ക് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. കുട്ടികളൊക്കെ സ്കൂളിലല്ലേ, പിന്നെ കുഞ്ഞുവിന് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇതാ ഇന്ന് അവൻ സോഡ മേടിച്ച് കൊടുന്നിട്ട് എന്താ പറയുക ചെറുനാരങ്ങയൊക്കെ പിഴിഞ്ഞിട്ടാണ് കുഞ്ഞു ഉണ്ടാക്കിയേക്കണത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കൊടുത്തു. നോമ്പറക്കുകയാണ്. ഞങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ. ഇഷമോളും ആച്ചൂട്ടനും ഇല്ലാത്ത കാരണം ഞങ്ങൾക്കൊരു സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് കഴിക്കുമ്പോൾ തന്നെയാണ് നമുക്ക് ആ ഒരു സുഖം കിട്ടണുള്ളൂ. പിന്നെ കുറേ നേരമൊന്നും ഇരുന്ന് കഴിക്കാനോ നുള്ളി ഇരിക്കാനൊന്നും നിന്നില്ല. കുട്ടികളെ സ്കൂളിലേക്ക് പോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം കഴിക്കാൻ പറഞ്ഞു ഞാൻ കുഞ്ഞുവിനോട്. എന്നിട്ട് പോകാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ടീച്ചർ വിളിച്ചിട്ട് പറഞ്ഞു ഇവരേനെ വേഗം മേലെ വെച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നതായോ പറഞ്ഞിട്ട് ഈ ഇതൊക്കെ ഉണ്ടാക്കണതിൻ്റെ ഇടയിൽ ഇവരേനെ സ്കൂളിൽ പോയി കൊണ്ടുവന്ന്. അപ്പം അങ്ങനെ നമ്മുടെ ഇന്നത്തെ നോമ്പും റാഹത്തായി. അൽഹംദുലില്ലാ, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. എന്താ പറയുക കുഞ്ഞുവിനും ഉണ്ടായിരുന്നു, എനിക്കും ഉണ്ടായിരുന്നു. ഇപ്പോൾ വെള്ളമൊക്കെ കുടിച്ചതാ ഫ്രൂട്ട്സൊക്കെ കഴിച്ചുകൊണ്ടിരിക്കേണ്ടാവും. എനിക്ക് വെള്ളം കുടിച്ചാൽ തന്നെ കുറച്ച് കഴിഞ്ഞിട്ടേ പിന്നെ പറ്റുള്ളൂ. വയറങ്ങോട്ട് വന്ന് വീർത്ത പോലെ തോന്നും നമുക്ക്. അത് കാരണം കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറേശ്ശെ കഴിക്കാനേ പറ്റുള്ളൂ. ഇന്നാണെങ്കിൽ പിള്ളേർ സ്കൂളിലേക്ക് പോകണം. അപ്പോൾ ഇനിയിപ്പോൾ സ്കരിച്ചിട്ട് അങ്ങനെ പോകണം. തുടങ്ങി അവിടെ പരിപാടിയൊക്കെ തുടങ്ങി. അപ്പോൾ അവരെന്നിപ്പോൾ ഇവിടെ കൊടുന്ന് മേലൊക്കെ കഴിച്ചിട്ട് അവിടെ കൊണ്ടാക്കിയിട്ടുള്ളൂ സ്കൂളിൽ. ഇനി അങ്ങോട്ട് പോകണം. അപ്പോൾ വേഗം എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് വേണം അങ്ങോട്ട് പോകണമെങ്കിൽ. അല്ലെങ്കിൽ കുറേ നേരം അവിടെ പോയി ഇരിക്കേണ്ടതല്ലേ. അപ്പോൾ എന്തായാലും എല്ലാവരും നോമ്പർക്ക് എന്തായിരുന്നു എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യട്ട. എല്ലാവർക്കും നോമ്പറക്കുമ്പോൾ എന്തായിരുന്നു കമൻറ്റ് ചെയ്യട്ട. അപ്പോൾ നമ്മൾ വേഗം നോമ്പറന്ന് വെള്ളമൊക്കെ കുടിച്ച് ഫ്രൂട്ട്സ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. വേഗം കഴിച്ചിട്ട് നമ്മളിതാ സ്കൂളിലേക്ക് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വേഗം സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവാണ്. അവിടെ ചെന്നപ്പോൾ ഇതാ ഇഷമോൾ ഏതാന്നുള്ളത് ഞങ്ങൾക്ക് ഫസ്റ്റ് കണ്ടപ്പോൾ മനസ്സിലായില്ല കേട്ടോ. എല്ലാത്തിൻ്റെയും മോന്തോ ഒരുപോലെ ഉണ്ടായിരുന്നു. മേക്കപ്പൊക്കെ ചെയ്തിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക ഒപ്പനയുടെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇരുത്തിയേക്കായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ എല്ലാ മക്കളേനും കാണാൻ വേണ്ടിയിട്ട്. എന്താണ് പുതുനാരി, ഇവരുടെ ഒപ്പനയുടെ പുതുനാരിയാണ് കേട്ടോ. അത് പുതുനാരീനെ ഒരുക്കലാണ്. അതാ ഇഷമോളേനെയാണ് ഇപ്പോൾ മാഷ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇവരെ ഒപ്പന പഠിപ്പിച്ച മാഷ് കേട്ടോ. അപ്പോൾ അവളേനെയാണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അവൾക്ക് സമ്മാനം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വേഗം ഒരുക്കി വിടാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ അവളേനെ ചെയ്തതാണ്. സമ്മാനം അവൾക്ക് ലളിതഗാനത്തിനും ഒക്കെ സമ്മാനം ഉണ്ടായിരുന്നു. ലളിതഗാനം ഇഷ മെഹ്റീൻ, നാടോടി നൃത്തം ശിവപ്രിയ. ഇഷമോൾക്ക് 3 സമ്മാനം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലളിതഗാനത്തിനും കവിതയ്ക്കും മാപ്പിളപ്പാട്ടിനും കലോത്സവത്തിനും പങ്കെടുത്തില്ലേ, അതിൻ്റെ സമ്മാനമായിട്ടാണ് കിട്ടിയത്. അപ്പോൾ ഇതാണ് ഇവരുടെ ഒപ്പന. ഇത് മുഴുവനായിട്ട് കൊടുത്താലോ പാട്ടാക്കി കൊടുത്താലോ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടും. അത് കാരണമായിട്ട് ഞാൻ പാട്ട് കൊടുക്കാത്തത്. നല്ല ഒപ്പനയായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. ഇത് ആച്ചൂട്ടൻ പങ്കെടുത്ത നാടകമാണ് കേട്ടോ. പക്ഷെ ആച്ചൂട്ടൻ ബാക്കിലായിരുന്നു. അത് കാരണം ആച്ചൂട്ടനെ കറക്റ്റായിട്ട് കാണാനില്ല. അങ്ങനെ ഞങ്ങൾ പരിപാടികളൊക്കെ കഴിഞ്ഞത് വീട്ടിലെത്തി. ഇഷമോൾക്കും ആച്ചൂട്ടനും കിട്ടിയ സമ്മാനമാണ് കേട്ടോ. ആച്ചൂട്ടന് നാടകത്തിലേക്ക് ഒരു സമ്മാനം കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇഷമോളുടെ ട്രോഫികളാണ്. അപ്പോൾ ആച്ചൂട്ടൻ്റെ ട്രോഫി കൈ പിടിച്ച് ആച്ചൂട്ടൻ നിൽക്കുന്നുണ്ട്, ഇഷമോൾ ട്രോഫി പിടിച്ച് ഇഷമോൾ നിൽക്കുന്നുണ്ട്. കുട്ടികൾക്കും സന്തോഷമായി, ഞങ്ങൾക്കും സന്തോഷമായിട്ടാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇതന്നെ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും.